T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആതിഥേയരായ ടീം ചാമ്പ്യന്മാരായിട്ടില്ല. ഒരു ടീമും തുടർച്ചയായി കിരീടവും നേടിയിട്ടില്ല. അഹമ്മദാബാദിൽ ഇന്ത്യക്ക് ലോകകപ്പ് ഉയർത്താൻ ഈ നിർഭാഗ്യങ്ങളുടെ എല്ലാം ചരിത്രം മാറ്റിയെഴുതണം. അതെ, ഏകദിന ലോകകപ്പ് ഫൈനൽ ഓസ്ട്രേലിയയോട് തോറ്റ് കണ്ണീർ കടലായ അതേ അഹമ്മദാബാദ് ഇത്തവണ ഇന്ത്യക്ക് എന്താകും കാത്തുവച്ചിരിക്കുക? ഇതാണ് ഈ ദിവസത്തെ ഏറ്റവും വലിയ ചോദ്യം. ടോസ് അല്പസമയത്തിനകം ഉണ്ടാകും. 24-ന്റെ ക്രിക്കറ്റ് വിദഗ്ധൻ അനിൽ വാസുദേവ് അഹമ്മദാബാദിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അനിൽ, എന്താണ് അവിടുത്തെ അവസ്ഥ? അല്പസമയത്തിനകം ടോസ് ഉണ്ടാകും. ആവേശ കാഴ്ചകളാണ്. റിക്കി മാർട്ടിനും സംഘവും എല്ലാം ഇങ്ങനെ തകർത്താടുന്നത് നമുക്കിവിടെ കാണാം. ഡ്യൂ, ടോസ്, ഇതെല്ലാം എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ മത്സരത്തിൽ? എല്ലാ ആവേശ കാഴ്ചകൾ അങ്ങനെ തുടരുകയാണ്. പറഞ്ഞു വെച്ചിടത്തിൽ നിന്ന് തുടങ്ങാം. റിക്കി മാർട്ടിൻ ഒരുപക്ഷെ 90s കിഡ്സിന്റെ ഇല്ലെങ്കിൽ ഒരു കാലത്തെ ഫുട്ബോൾ ആരാധകരൊക്കെ തന്നെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പേര്. 98 വേൾഡ് കപ്പിലെ ആ ഒരു പാട്ട്, ഹിയർ വി ഗോ എന്ന് പറയുന്ന ആ പാട്ട്, അതിൻ്റെ ഒരു ആവേശം, അതൊക്കെ തന്നെ ആ ആവേശത്തിൽ ആറാടി അതിൽ നിന്ന് ടോസിൻ്റെ സമയമായിരിക്കുകയാണ്. ഇരു ക്യാപ്റ്റന്മാരും ഇപ്പോൾ ടോസിനായി എത്തിയിരിക്കുന്നു. ടീമുകളും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഉദ്ഘാടന ചടങ്ങൊക്കെ തന്നെ പൂർത്തിയായി. ടോസിൻ്റെ സമയം ആയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കൊക്കെ തന്നെ ടോസ്, അതിന് ഇരു ക്യാപ്റ്റന്മാരും എത്തും. പറഞ്ഞതുപോലെ തന്നെ ഡ്യൂ അങ്ങേയറ്റം നിർണായകം തന്നെയാണ്. ഇരു ക്യാപ്റ്റന്മാരും ഇപ്പോൾ സൂര്യകുമാർ യാദവ് ടോസിനായി ഈ പിച്ചിന് നടുവിലേക്ക് എത്തുന്നത് കാണാം. സൂര്യകുമാർ യാദവും മിച്ചൽ സാന്നറും കൈകൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ടോസ് ദില്ല പറഞ്ഞതുപോലെ തന്നെ അങ്ങേയറ്റം നിർണായകമാണ്. കാരണം ടോസ് നേടി ടീം എന്ത് തിരഞ്ഞെടുക്കും എന്നുള്ളത് തന്നെയാണ്. ഇരു ടീമും ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും. കാരണം ഈ പിച്ചിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ഈ അഹമ്മദാബാദ് ഗ്രൗണ്ടിലെ റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യുന്ന ചരിത്രമാണ്. പക്ഷേ ഡ്യൂ ഫാക്ടർ, പണ്ടൊരിക്കൽ ധോണി പറഞ്ഞതുപോലെ തന്നെ എല്ലായിടത്തും പോയാലും താൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് ഡ്യൂവിനെയാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഡ്യൂവിൻ്റെ എഫക്റ്റ് 2023 ലോകകപ്പിലൊക്കെ തന്നെ കണ്ടതാണ്. അപ്പോൾ ഡ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ വളരെ ഒരു പ്രധാന ഫാക്ടറായി നിൽക്കുക തന്നെയാണ്. അപ്പോൾ ആൻഡി പൈക്രോഫ്റ്റ് ആണ് മാച്ച് റഫറി ആയിട്ടുള്ളത്. ആൻഡി പൈക്രോഫ്റ്റും സമീപകാലത്ത് നമുക്കൊക്കെ തന്നെ ചിരപരിചിതമായ ഒരു പേരാണ്. ഏഷ്യ കപ്പിലെ വിവാദ മാച്ച് റഫറിയാണ്. അപ്പോൾ ആൻഡി പൈക്രോഫ്റ്റ് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ മത്സരത്തിനായി വരുന്നു. ഇരു ക്യാപ്റ്റന്മാരും ഇപ്പോൾ ഈ പൈക്രോഫ്റ്റിനോട് സംസാരിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ സൂര്യകുമാർ യാദവിൻ്റെ കൈകളിലേക്ക് ആ കോയിൻ സമ്മാനിക്കും. സൂര്യ ടോസ് ഇടുന്നു. എന്താണ് തീരുമാനമെടുക്കുന്നത്? മിച്ചൽ സാന്നർക്ക് അനുകൂലമാകുമോ അതോ സൂര്യക്ക് അനുകൂലമാകുമോ എന്നത് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആർക്കാണ് ടോസ് എന്നത് ഈ മത്സരത്തെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്യാപ്റ്റന്മാർ ഒരുപക്ഷെ സൂര്യക്കൊക്കെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ ടോസ് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുമെങ്കിൽ പോലും ടോസ് അത്രമേൽ പ്രധാനമാണെന്ന് ഇരു ക്യാപ്റ്റന്മാർക്കും അറിയാം. ടോസ് നേടി എന്ത് തീരുമാനമെടുക്കും, അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്ലേയിങ് ലെവലിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നതും നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇന്നലെ സൂര്യകുമാർ യാദവ് വാർത്താ സമ്മേളനത്തിനെത്തിയപ്പോൾ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്ന സൂചനയാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് വരുൺ ചക്രവർത്തിയെ മാറ്റുമോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. എന്നാൽ അതുണ്ടാകില്ല എന്ന സൂചനയാണ് നൽകുന്നത്. ഒരൊറ്റ മത്സരത്തിൻ്റെയോ അല്ലെങ്കിൽ സൂപ്പർ 8ലെ പ്രകടനത്തിൻ്റെ പേരിലോ സൂര്യയെ വരുൺ ചക്രവർത്തിയെ മാറ്റാൻ സാധിക്കില്ലെന്ന് സൂര്യ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ അഭിഷേക് ശർമ്മയെ മാറ്റണമെന്ന ആവശ്യമാണ്. പക്ഷേ അഭിഷേകിൻ്റെ പൊട്ടൻഷ്യൽ നമുക്കറിയാവുന്നതാണ്. ഒറ്റയ്ക്ക് മത്സരം മാറ്റിമറിക്കാൻ കഴിവുള്ള താരമാണ്. ഈ ലോകകപ്പിന് തൊട്ടു മുന്നോടിയായി നടന്ന പ്രധാനപ്പെട്ട പരമ്പരകളിലൊക്കെ തന്നെ ഇന്ത്യയെ ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ താരമാണ്. ലോകത്തെ 2020 ക്രിക്കറ്റിലെ 1ാം നമ്പർ താരമാണ്. അപ്പോൾ എന്തായാലും സൂര്യകുമാർ യാദവ് തൻ്റെ ടീമിൽ അഭിഷേകിനെയും വരുൺ ചക്രവർത്തിയെയും ഉൾപ്പെടുത്തുമോ അതോ നിർണായക പോരാട്ടത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നൊക്കെ തന്നെ നമ്മൾ അറിയാൻ കഴിയുന്നു. ടോസ് ടൈം ആയിരിക്കുന്നു. ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ പൈക്രോഫ്റ്റ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ സൂര്യകുമാർ യാദവിന് ആ കോയിൻ കൈമാറും. സൂര്യകുമാർ യാദവ് ഈ ആയിരങ്ങളെ അല്ലെങ്കിൽ 10,000-ങ്ങളെ, ഈ ലക്ഷങ്ങളെ, 1,32,000 ഈ സ്റ്റേഡിയത്തിലെ സീറ്റിംഗ് കപ്പാസിറ്റി. അപ്പോൾ 1,00,000-ന് മുകളിൽ ആ കാണികളെ സാക്ഷികളാക്കി ആ ടോസ്, ആ കോയിൻ ഇതാ സ്പിൻ ചെയ്യുന്നു. തീരുമാനം അല്പസമയത്തിനകം തന്നെ നമുക്കറിയാൻ കഴിയുന്നു. വിളിച്ചു കഴിഞ്ഞു. ആ ടോസ് കിട്ടിയിരിക്കുന്നത് ന്യൂസിലാൻഡ്. ടോസ് ഇന്ത്യക്ക് ബാറ്റിംഗ് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ന്യൂസിലൻഡിന് ടോസ് ലഭിച്ചിരിക്കുന്നു. ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കാൻ ന്യൂസിലൻഡ് തീരുമാനിച്ചിരിക്കുന്നു. അഹമ്മദാബാദിൽ ഇന്ത്യ ഇന്ന് ബാറ്റ് ചെയ്യും. ഒരുപക്ഷെ ഇന്ത്യൻ ആരാധകർ കാത്തിരിക്കുന്നത് വെടിക്കെട്ട് ബാറ്റിംഗിനാണ്. ഉയർന്ന സ്കോർ അവിടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു പിച്ചാണ് ഈ ഫൈനൽ മത്സരത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉയർന്നൊരു സ്കോർ. അഹമ്മദാബാദ് വലിയൊരു സ്റ്റേഡിയമാണ്, വലിയൊരു ഗ്രൗണ്ടാണ്, വലിയ ബൗണ്ടറികളുണ്ട്. പക്ഷേ ഈ പിച്ച് ബാറ്റ്സ്മാൻമാരെ സഹായിക്കുന്നതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.